ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം 28-ന് മടപ്പള്ളി വിവേകാനന്ദ നഗരിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. അപ്പോൾ ഞങ്ങൾ നിങ്ങളെല്ലാവരെയും കാണാമെന്നതിൽ പ്രധാന ഉദ്ദേശം ഒഞ്ചിയം പഞ്ചായത്തിൻ്റെ ഹിന്ദു ഏകതാ സമ്മേളനം നാളെ, അതായത് 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി 4 മണിക്ക് മടപ്പള്ളിയിലെ വിവേകാനന്ദ നഗർ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സ്ഥലമാണത്. അവിടെ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം അധ്യക്ഷം വഹിക്കുന്നത് സുധീർ ആയത്താർ തന്നെയാണ്. അത് നിങ്ങൾക്ക് നോട്ടീസ് തന്നു കഴിഞ്ഞു. പിന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെയായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ. ആ IAS ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ശ്രീ വിജയചന്ദ്രൻ. അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം IAS കിട്ടിയതിന് ശേഷം പല ജില്ലകളിലും കലക്ടറായി സേവനമനുഷ്ഠിച്ചു. അവസാനം അദ്ദേഹം കേരള സർക്കാരിൻ്റെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. ഹെൽത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം WHO ഹെൽത്ത് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പോഴദ്ദേഹം ചിദാനന്ദപുരി സ്വാമിജിയുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഒരു ടാസ്ക് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കുകയാണ്. അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഹെൽത്ത് സെക്ടറിൽ, പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ വലിയ ഒരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിരുന്നു. വിവിധ രണ്ട് സർക്കാരുകളിലും അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറിയായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കൂടാതെ അതിൽ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് സമുദായ നേതാക്കന്മാർ, വിവിധ സമുദായ സംഘടനാ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, പിന്നെ ഉണ്ണികൃഷ്ണൻ്റെ സംഘടനയുടെ പേര് ആര്യസമാജം, ഭാരതീയ ആര്യസമാജത്തിൻ്റെ ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം, സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞതിന് ശേഷം കലാപരിപാടികളുണ്ട്. ഭജന, തിരുവാതിരക്കളി, അതുപോലെ കോൽക്കെട്ടുകളി, വിളക്കാട്ടം തുടങ്ങിയതായ പരിപാടികളുണ്ട്. ഏകതയാണ് ഇതിൻ്റെ ലക്ഷ്യം. എല്ലാ സമുദായ സംഘടനകളെയും എല്ലാ സമുദായത്തിലെ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രധാനമായിട്ട് ജാതീയത, അല്ലെങ്കിൽ ജാതി ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, പക്ഷേ ജാതീയത നമ്മുടെ ഹിന്ദു സമാജത്തിൽ വന്നു കയറിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുഴുക്കുത്താണ്. അതിനെ നീക്കം ചെയ്യാനായിട്ടാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം. കാരണം ഇപ്പോൾ വിവിധ ജാതികളിൽ നമ്മൾ അടിപിടി കൂടിയും അല്ലെങ്കിൽ പല രീതിയിലുള്ളതായ ചിന്താഗതി ഉണ്ടാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കി ഹിന്ദു ഏകത നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഹിന്ദുവിന് ജാതി ഉണ്ടായിരുന്നില്ല. വാത്മീകി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, വാത്മീകി കമ്മ്യൂണിറ്റി സാധാരണ ചെയ്യുന്ന ജോലി എന്താണെന്ന്, അവരുടെ കമ്മ്യൂണിറ്റി ജോലി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാത്മീകി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട രത്നാകരനെ മഹർഷിയിലേക്ക് ഉയർത്തി. അതുപോലെ തന്നെ ഒരു മുഖ്വസ്ത്രീയുടെ മകനായിട്ടുള്ള വേദവ്യാസനെ നമ്മൾ വേദവ്യാസ മഹർഷിയാക്കി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ജാതി എന്ന് പറയുന്നത് വെറും ഒരു കുഴൽത്തൊഴിൽ മാത്രമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അവർ ഓരോ ജാതിയിൽപ്പെട്ടതായിരുന്നു. പക്ഷേ അന്ന് ഈ തരത്തിലുള്ള വിവേചനങ്ങൾ ജാതിയിലുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പുലയ രാജാവുണ്ടായിരുന്നു, നമ്മുടെ തൊട്ട വയനാട്ടിൽ കുറിച്യ രാജാവുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടമൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ആര്യസമാജം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, ജാതിരഹിതമായിട്ട് എല്ലാ ജാതിക്കാരെയും പൂജാതി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവർ ബ്രാഹ്മണനായാലും ശരി, ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഏത് ജാതിയിൽപ്പെട്ട ആൾക്കും പൂജാതി കർമ്മങ്ങൾ പഠിച്ചുകൊണ്ട് അവരൊക്കെ പൂജ ചെയ്യുന്ന അവസരം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.